കേരള PSC HSA മാത്തമാറ്റിക്സിലെ മെട്രിക്സ് ആൾജിബ്രയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മെട്രിസസ് പാർട്ട് 1 പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ പറയാം. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മെട്രിസസ് പാർട്ട് 2 ആണിത്. ഇതിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഇൻറ്റിജർ മെട്രിക്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് ഒന്നും അല്ല, പക്ഷേ ഒറ്റ പ്രോപ്പർട്ടി മാത്രം എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ മെട്രിക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. An integer matrix is a matrix whose entries are all integers. ഇൻറ്റിജർ മെട്രിക്സ് ആണ് പൂർണ്ണസംഖ്യാ മെട്രിക്സ് എന്ന് പറയാം. ഒരു പൂർണ്ണസംഖ്യാ മെട്രിക്സ് ആവണമെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിലെ എല്ലാ എൻട്രീസും പൂർണ്ണസംഖ്യകളായിരിക്കണം, ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. ആ മെട്രിക്സിലെ എല്ലാ സംഖ്യകളും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ, എല്ലാ എലമെൻസും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെ നമ്മൾ ഇൻറ്റിജർ മെട്രിക്സ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരൊറ്റ പ്രോപ്പർട്ടി അറിയണം. അതുകൊണ്ടാണ് the inverse of an integer matrix A is an again an integer matrix if and only if the determinant of A is exactly 1 or minus 1. അതായത് ഒരു ഇൻറ്റിജർ മെട്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ ഇൻറ്റിജർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്, അപ്പോൾ ഈ ഇൻറ്റിജർ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം കേട്ടോ. ഇൻവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻറ്റിജർ മെട്രിക്സ് ഉണ്ട്. ആ ഇൻറ്റിജർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഒരു ഇൻറ്റിജർ മെട്രിക്സ് ആകണമെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ ഡിറ്റർമിനൻറ്റ്, ആ ഇൻറ്റിജർ മെട്രിക്സിൻ്റെ സാരണി ഒന്നുകിൽ 1 ആയിരിക്കണം അല്ലെങ്കിൽ -1 ആയിരിക്കണം. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇൻറ്റിജർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഇൻറ്റിജർ മെട്രിക്സ് തന്നെ ആവണമെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ഓ -1 ഓ ആയിരിക്കണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഇൻറ്റിജർ മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ് 1 2 3 5. ഇതൊരു ഇൻറ്റിജർ മെട്രിക്സ് ആണല്ലോ. ഓക്കെ, ഇനി ഈ ഇൻറ്റിജർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് അതേ ഇൻറ്റിജർ മെട്രിക്സ് ആവണമെങ്കിൽ, ഒരു ഇൻറ്റിജർ മെട്രിക്സ് തന്നെ ആവണം. ഇൻറ്റിജർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണസംഖ്യ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, റാഷണൽ നമ്പേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ ആവണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് എന്തായാലും 1 or -1 വരണം. കാരണം എന്താ വെച്ചാൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു അഡ്ജോയിൻ്റ് A അല്ലേ. ഈ അഡ്ജോയിൻ്റ് A എന്ന് പറഞ്ഞാൽ ഇതിലെ എലമെൻറ്റ്സ് തന്നെ, ഇതിൻ്റെ എലമെൻറ്റ്സിനെ തന്നെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനൊക്കെ ചെയ്ത് എഴുതുന്നതാണ്. അപ്പോൾ അഡ്ജോയിൻ്റ് Aക്ക് ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അല്ല, അഡ്ജോയിൻ്റ് ഓഫ് A എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്പേഴ്സ് ആയിരിക്കും. അവിടെ റാഷണൽ ആവാനുള്ള പോസിബിലിറ്റി ഈ ഡിറ്റർമിനൻറ്റ് A കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് A 1 or -1 ആണെങ്കിൽ ഈ അഡ്ജോയിൻ്റ് Aയിലെ എലമെൻറ്റ്സിന് അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഇൻറ്റിജേഴ്സ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റിജർ മെട്രിക്സ് തന്നെ ആവണമെങ്കിൽ അതിൻ്റെ സാരണി എന്ന് പറയുന്നത് 1 or -1 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നോക്കാം. നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് A ഈക്വൽ ടു ഇവിടെ 5 - 6 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അതായത് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് -1 ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇൻവേഴ്സ് ഒന്ന് എഴുതി നോക്കാം. A ഇൻവേഴ്സ് ഈക്വൽ ടു എന്താ പറയുന്നത് 1/-1 ഇൻറ്റു ഇവിടെ നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് A അല്ലേ. അപ്പോൾ 5 -2 -3 1. ഇതിൻ്റെ നമുക്ക് എഗെയിൻ ഇതൊരു ഇൻറ്റിജർ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ദിസ് ഈസ് അഗെയിൻ ആൻ ഇൻറ്റിജർ മെട്രിക്സ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, മാത്രം പറഞ്ഞോളൂ. അപ്പോൾ ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് പറയുകയാണ്. നമ്മൾ നേരത്തെ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും പറഞ്ഞിരുന്നു. അതിനോട് സിമിലർ ആയിട്ടുള്ള സാധനമാണ്, പക്ഷേ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. കോംപ്ലക്സ് മെട്രിക്സിൻ്റെ കേസിലാണ് നമ്മൾ ഹെർമേഷ്യൻ മെട്രിക്സ് പറയുന്നത്. ഹെർമേഷ്യൻ, സ്ക്യൂ ഹെർമേഷ്യൻ മെട്രിക്സസ്. ഓക്കെ, ഹെർമേഷ്യൻ മെട്രിക്സ് പറയുന്നത് അധികം കോംപ്ലക്സ് മെട്രിക്സിലാണ്. അല്ലാത്ത കേസിൽ റിയൽ മെട്രിക്സിലേക്കാണ് വരുന്നതെങ്കിൽ, റിയൽ നമ്പേഴ്സ് മാത്രമേ ഒരു മെട്രിക്സിൽ എലമെൻറ്റ്സ് ആയിട്ടുള്ളൂ എങ്കിൽ അതിൽ ഹെർമേഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞാലും സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാലും സെയിം കൺസെപ്റ്റാണ്. പക്ഷേ കോംപ്ലക്സ് എലമെൻറ്റ്സും കൂടെ ഒരു മെട്രിക്സിലേക്ക് വരികയാണെങ്കിൽ, കോംപ്ലക്സ് നമ്പേഴ്സ് ഉള്ള ഒരു മെട്രിക്സ് ആണ്, കോംപ്ലക്സ് മെട്രിക്സസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ട്? സിമെട്രിക് മെട്രിക്സ് വേറെയും ഹെർമേഷ്യൻ മെട്രിക്സ് വേറെയും, രണ്ടും രണ്ട് കൺസെപ്റ്റാണ്. ഓർത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചില കേസിൽ തരും കോംപ്ലക്സ് സിമെട്രിക് മെട്രിക്സ്, അത് വേറെ തന്നെയാണ്. ഹെർമേഷ്യൻ മെട്രിക്സും കോംപ്ലക്സ് സിമെട്രിക് മെട്രിക്സും വേറെയാണ്. ഓക്കെ, ഓർത്ത് വെക്കണം. ഒരു സമചതുര മെട്രിക്സ് ഹെർമേഷ്യൻ ആകണമെങ്കിൽ A* ഈക്വൽ ടു A ആയിരിക്കണം. ഒരു സമചതുര മെട്രിക്സ് ഉണ്ട്, അത് ഹെർമേഷ്യൻ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം മെട്രിക്സ് തന്നെ കിട്ടണം. ദാറ്റ് ഈസ് A* ഈക്വൽ ടു A ട്രാൻസ്പോസ് കോൺജുഗേറ്റ് അല്ലെങ്കിൽ A കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഈക്വൽ ടു A തന്നെ ആയിരിക്കണം. അതായത് സിമ്പിൾ ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാം Aij ഈക്വൽ ടു Aj കോംപ്ലിമെൻ്റ് ആയിരിക്കണം. Aj കോംപ്ലിമെൻ്റ് അല്ല, Aj കോൺജുഗേറ്റ്. Aij ഈക്വൽ ടു Aijth എലമെൻറ്റ് Jith എലമെൻറ്റിൻ്റെ കോൺജുഗേറ്റിനോട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A ഈക്വൽ ടു 2 3 + I - I 3 - I 5 1 + I 1 1 - I 0. നമുക്കിൻ്റെ A ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എടുത്ത് നോക്കാം. ഞാൻ A കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ് എടുക്കുന്നത്. സോ വി ഗെറ്റ് 2 3 - I 3 + I 5 1 - I 1
1 പ്ലസ് i 0. ഇതിൻ്റെ ട്രാൻസ്പോസ് അല്ലേ. ഞാൻ ഒന്നിച്ച് എഴുതാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാം. 2 3 പ്ലസ് i 1 3 മൈനസ് i 5 1 പ്ലസ് i 1 മൈനസ് i 0. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഈ എ എന്ന് പറയുന്ന മെട്രിക്സും ഇത് സെയിം അല്ലേ, സെയിം തന്നെയല്ലേ വന്നിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ നമുക്ക് പറയാം എ ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണെന്ന് പറയാം. ഈ ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. 2 5 0 ബാക്കി എല്ലാം കോംപ്ലക്സ് എലമെൻറ്റ്സ് ആണ്. പക്ഷേ ഈ ഡയഗണൽ എൻട്രീസ് കോംപ്ലക്സ് എലമെൻറ്റ്സ് വന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ai-th എലമെൻറ്റും aj-th എലമെൻറ്റിൻ്റെ കോൺജുഗേറ്റും ഈക്വൽ ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഡയഗണൽ എൻട്രീസ് വരുന്ന ai ഈക്വൽ ടു ai കോൺജുഗേറ്റ് ആയിരിക്കണം അല്ലേ. ഇങ്ങനെ ഒരു എലമെൻറ്റ് ഒരു എൻട്രി അതിൻ്റെ കോൺജുഗേറ്റും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ അത് റിയൽ നമ്പേഴ്സിന് മാത്രമേ ഉണ്ടാവൂ. ai ഈക്വൽ ടു ai കോൺജുഗേറ്റ്. മറ്റേതൊക്കെ വ്യത്യാസമുണ്ട്. aij ഈക്വൽ ടു aj-th കോൺജുഗേറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി അതൊന്ന് മനസ്സിലായില്ലെങ്കിൽ അതൊക്കെ വിട്ടേക്കാം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഡയഗണൽ എലമെൻറ്റ്സ് ആർ റിയൽ. diagonal elements of a Hermitian matrix are real. Okay, അതാണ് ഒന്നാമത്. അതായത് വികർണ അംഗങ്ങൾ, കർണരേഖാ അംഗങ്ങളും എന്തായിരിക്കും, ഹെർമീഷ്യൻ മെട്രിക്സിലെ കർണരേഖാ അംഗങ്ങൾ രേഖീയ സംഖ്യകളായിരിക്കും. അത്രേ പറഞ്ഞുള്ളൂ കേട്ടോ. ഇനി sum of Hermitian matrix is Hermitian. Sum of Hermitian matrix is Hermitian. നമുക്ക് നോക്കാം. എ ബി രണ്ട് ഹെർമീഷ്യൻ മെട്രിക്സസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ എന്തായിരിക്കും നോക്കാം. നമുക്ക് എ സ്റ്റാർ പ്ലസ് ബി സ്റ്റാർ എന്ന് എഴുതാൻ നമ്മൾ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് പഠിച്ചിട്ടുണ്ട്. സോ എ സ്റ്റാർ എയും ബിയും ഹെർമീഷ്യൻ ആയതുകൊണ്ട് എ സ്റ്റാർ ഈക്വൽ ടു എ ആണ്, ബി സ്റ്റാർ ഈക്വൽ ടു ബി ആണ്. സോ നമുക്ക് എ സ്റ്റാർ ഈക്വൽ ടു എ പ്ലസ് ബി, അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതി. സോ സം എന്ന് പറയുന്നത് ഹെർമീഷ്യൻ മെട്രിക്സസിൻ്റെ സം എപ്പോഴും ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് the inverse of an Hermitian matrix. Inverse of a Hermitian matrix is Hermitian. ഒരു ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എപ്പോഴും ഹെർമീഷ്യൻ ആയിരിക്കും. നമുക്ക് നോക്കാം. ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എ എന്ന് പറഞ്ഞിട്ട് എ സ്റ്റാർ ഈക്വൽ ടു എ ആണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് എന്തെടുത്ത് നോക്കാം. എ ഇൻവേഴ്സ് ദ ഹോൾ സ്റ്റാർ. എ ഇൻവേഴ്സ് ദ ഹോൾ സ്റ്റാർ നമ്മൾ കോൺജുഗേറ്റ് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എ സ്റ്റാർ ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. ദറ്റ് ഈസ് എ സ്റ്റാർ ഈക്വൽ ടു എ തന്നെയാണ്. സോ എ ഇൻവേഴ്സ്, അതായത് എ ഇൻവേഴ്സിൻ്റെ സ്റ്റാർ എടുത്തു കഴിഞ്ഞപ്പോൾ എ ഇൻവേഴ്സ് തന്നെ കിട്ടി. ദറ്റ് ഈസ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഹെർമീഷ്യൻ മെട്രിക്സ് തന്നെയായിരിക്കും. എ ഒരു സമചതുര മാട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എ സ്റ്റാർ എന്നത് ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. മലയാളം വളരെ എളുപ്പമാണ്. ഇത് എഴുതി പറയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാം എഴുതി വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തതിന്. പക്ഷെ ഇപ്പം ഇങ്ങനെ ഓരോ പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്ത് പോകണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഏതോ ഒരു സമചതുര മെട്രിക്സ് ആയിക്കോട്ടെ, പക്ഷേ എ പ്ലസ് എ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കും. നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് എ പ്ലസ് എ സ്റ്റാർ ദ ഹോൾ സ്റ്റാർ എടുത്ത് നോക്കാം. നമുക്കിവിടെ കിട്ടുന്നത് എ സ്റ്റാർ പ്ലസ് എ സ്റ്റാർ ദ ഹോൾ സ്റ്റാർ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ പ്ലസ് എ എന്ന് വരും അല്ലേ. അതായത് മെട്രിക്സ് അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ പ്ലസ് എ സ്റ്റാർ എന്ന് എഴുതാം. അതായത് എ പ്ലസ് എ സ്റ്റാറിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് എ സ്റ്റാർ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് പറയാം എ പ്ലസ് എ സ്റ്റാർ എന്നത് ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് തന്നെയാണ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടി. എ എന്നത് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ്.
ഹെർമേഷൻ ആവണമെന്നൊന്നുമില്ല, ഏതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ദെൻ എ സ്റ്റാർ ആൻഡ് എ സ്റ്റാർ എ ആർ ഹെർമേഷൻ മെട്രിക്സസ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹെർമേഷൻ മെട്രിക്സസ്, അതായത് നമ്മളെടുത്ത് പറയുകയാണ് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അങ്ങനെയെങ്കിൽ എ സ്റ്റാറും എ സ്റ്റാർ എയും ഹെർമേഷൻ മെട്രിക്സസ് തന്നെയായിരിക്കും. അതിനൊരു എക്സാമ്പിൾ അല്ല, അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. എ സ്റ്റാർ ദ ഹോൾ സ്റ്റാർ എടുത്ത് നോക്കാം നമുക്ക് എന്താ സംഭവിക്കുകയെന്ന്. അപ്പോൾ നമുക്കിതിനെ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക്, അതായത് എ ബി ദ ഹോൾ സ്റ്റാർ ഇക്വൽ ടു ബി സ്റ്റാർ ഇൻറ്റു എ സ്റ്റാർ ആണ്. സോ എ സ്റ്റാർ ദ ഹോൾ സ്റ്റാർ ഇൻറ്റു എ സ്റ്റാർ എന്ന് എഴുതാം. അല്ല, എ സ്റ്റാർ ദ ഹോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, എ ഇൻറ്റു എ സ്റ്റാർ തന്നെയായിരിക്കും. നോക്കാം, എ ഇൻറ്റു എ സ്റ്റാറിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തപ്പോൾ എ ഇൻറ്റു എ സ്റ്റാർ തന്നെ കിട്ടി. സോ എ സ്റ്റാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹെർമേഷൻ മെട്രിക്സ് ആണ്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് ആണ് കേട്ടോ. ഇനി തിരിച്ച് നമുക്ക് നോക്കാം. എ സ്റ്റാർ എ ദ ഹോൾ സ്റ്റാർ ഈക്വൽ ടു എന്താ സംഭവിക്കുന്നത്? എ സ്റ്റാർ ഇൻറ്റു എ സ്റ്റാർ ദ ഹോൾ സ്റ്റാർ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ദ ഹോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ തന്നെ. അപ്പോൾ എ സ്റ്റാർ എ ദ ഹോൾ സ്റ്റാർ എടുത്തു കഴിഞ്ഞപ്പോൾ എ സ്റ്റാർ എ നേടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ സ്റ്റാർ എ എന്ന് പറയുന്നത് ഒരു ഹെർമേഷൻ മെട്രിക്സ് ആണ് എന്ന് പറയാം. ഇനി അടുത്തത്, ഇഫ് എ ഈസ് എ ഹെർമേഷൻ മെട്രിക്സ്, if A is a Hermitian matrix, then A raised to n is a Hermitian matrix. നമ്മൾ ട്രാൻസ്പോസ് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ട്രാൻസ്പോസിൻ്റെ അധിക പ്രോപ്പർട്ടീസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? എ റേസ് ടു എൻ, എ എന്ന് പറയുന്നത് ഹെർമേഷൻ ആണെങ്കിൽ എ റേസ് ടു എന്നും ഹെർമേഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എ റേസ് ടു എൻ ദ ഹോൾ സ്റ്റാർ എടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ എ റേസ് ടു എൻ തന്നെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. അതായത് എ ഇങ്ങനെയല്ലേ വരുന്നത്, എ എൻ ടൈംസ് എ സ്റ്റാർ എന്ന് എഴുതാം അല്ലേ. അതായത് ഇത് എൻ ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എ ഇൻറ്റു റിവേഴ്സ് ഓർഡറിലാണ് വരുന്നത്, പക്ഷേ എല്ലാം എ ആയതുകൊണ്ട് കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ് ചെയ്യും. ഓക്കെ, എക്സെട്ര അപ് ടു എ ഇങ്ങനെ വരും. എ സ്റ്റാർ എക്സെട്ര അപ് ടു എ സ്റ്റാർ. ഇനി എ എന്ന് പറയുന്നത് ഹെർമേഷൻ ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എ സ്റ്റാറിന് പകരം നമുക്ക് എന്ത് എഴുതാം? എ എക്സെട്ര അപ് ടു എ വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ. അപ്പോൾ എ റേസ് ടു എൻ ദ ഹോൾ സ്റ്റാർ ഈക്വൽ ടു എ റേസ് ടു എൻ തന്നെ കിട്ടി. അതായത് എ റേസ് ടു എൻ എന്ന് പറയുന്നത് ഒരു ഹെർമേഷൻ മെട്രിക്സ് ആണ്. എ ഒരു ഹെർമേഷൻ മെട്രിക്സ് ആണെങ്കിൽ എ റേസ് ടു എൻ എന്ന് പറയുന്നതും ഒരു ഹെർമേഷൻ മെട്രിക്സ് ആയിരിക്കും. ഇനി നമ്മളൊരു പ്രോപ്പർട്ടിയും കൂടെ പറയാണ്. The determinant of Hermitian matrix is purely real number. അതായത് ഒരു ഹെർമേഷൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എപ്പോഴും റിയൽ നമ്പർ ആയിരിക്കും, ഒരു രേഖീയ സംഖ്യയായിരിക്കും. ഒരു ഹെർമേഷൻ മെട്രിക്സിൻ്റെ സാരണി എപ്പോഴും ഒരു റിയൽ നമ്പർ, ഒരു രേഖീയ സംഖ്യ ആയിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. നമുക്ക് എ സ്റ്റാർ ഈക്വൽ ടു എ ആണല്ലേ നമ്മളുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഹെർമേഷൻ മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ എ സ്റ്റാർ ഈക്വൽ ടു എ ആണ്. നമുക്ക് രണ്ട് സൈഡിലും ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്റ്റാർ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് വരും അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്റ്റാർ എന്തിന് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് ഇങ്ങനെയല്ലേ വരിക, ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഒരു നമ്പറാണല്ലേ, അതിൻ്റെ കോഞ്ചുഗേറ്റും അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എയും അതിൻ്റെ കോഞ്ചുഗേറ്റും ഈക്വൽ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് എപ്പോഴും റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ഒരു നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും ഈക്വൽ ആണെങ്കിൽ ആ ഒരു കോംപ്ലക്സ് നമ്പർ എപ്പോഴും ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹെർമേഷൻ മെട്രിക്സിൻ്റെ കേസസിൽ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് സ്ക്യൂ ഹെർമേഷൻ മെട്രിക്സ്. ഒരു സമചതുര മെട്രിക്സ് സ്ക്യൂ ഹെർമേഷൻ മെട്രിക്സ് ആകണമെങ്കിൽ എ സ്റ്റാർ ഈക്വൽ ടു -a ആയിരിക്കണം. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, അതൊരു സ്ക്യൂ ഹെർമേഷൻ മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് നെഗറ്റീവ് ഓഫ് ദ മെട്രിക്സിന് ഈക്വൽ ആയിരിക്കണം. അതായത് അതിലെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കണം?
Aij equal to minus Aji conjugate. എന്താണ് ഈ Aijത്തെ എലമെന്റ് Jiത്തെ എലമെന്റ് കോഞ്ചുഗേറ്റിന്റെ നെഗറ്റീവിനോട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A equal to 0, 1 plus I, 3 plus 3I, minus 1 plus I, 0, 2 plus I, minus 3 plus 3I, minus 2 plus I. അപ്പോൾ ഇവിടെ നമുക്ക് A സ്റ്റാർ കണ്ടുപിടിച്ച് നോക്കാം. A കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ്. ഞാൻ ആദ്യം A കോഞ്ചുഗേറ്റ് എടുത്തിട്ടുണ്ട്. 0, 1 minus I, 3 minus 3I, minus 1 minus I, 0, 2 minus I, minus 3 minus 3I, minus 2 minus I, minus I. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0, minus 1 minus I, ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ വരും. 0 minus 1 minus I, 3 minus 3 minus 3I, പിന്നെ 1 minus I, 0 minus 2 minus I, പിന്നെ 3 minus 3I, 2 minus I, minus I. ഇങ്ങനെയാണ് കിട്ടുക. അതായത് A സ്റ്റാർ ഈക്വൽ ടു ദിസ് ഈസ് ഈക്വൽ ടു A. നിങ്ങൾ ചെക്ക് ചെയ്യുക ഏത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തേ. എന്താ 0, 1 plus I, 3 plus 3I. A അല്ല, മൈനസ് I. സോറി, അതായത് 0 ഇവിടെ നമുക്ക് 1 plus Iയുടെ നെഗറ്റീവാണ് മൈനസ് 1 മൈനസ് I, 3 plus 3Iയുടെ നെഗറ്റീവാണ് മൈനസ് 3 മൈനസ് 3I, മൈനസ് 1 plus Iയുടെ നെഗറ്റീവാണ് 1 മൈനസ് I, 0, 2 plus Iയുടെ നെഗറ്റീവാണ് മൈനസ് 2 മൈനസ് I, ആൻഡ് മൈനസ് 3 plus 3Iയുടെ നെഗറ്റീവാണ് മൈനസ് 3 മൈനസ് 3I, ആൻഡ് മൈനസ് 2 plus Iയുടെ നെഗറ്റീവാണ് 2 മൈനസ് I, ആൻഡ് Iയുടെ നെഗറ്റീവാണ് മൈനസ് I. സോ നമുക്ക് A സ്റ്റാർ എന്ന് പറയുന്നത് മൈനസ് A ആയിട്ട് കിട്ടി. സോ A എന്ന് പറയുന്നത് ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ട് നോക്കാം. The diagonal entries of a skew Hermitian matrix either 0 or pure imaginary. ഒന്നുകിൽ എന്തായിരിക്കും, നമ്മൾക്ക് 0 ആയിരിക്കും ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് കിട്ടുന്നത്. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പ്യുവർലി ഇമാജിനറി നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, നമ്മൾ സ്ക്യൂ ഹെർമീഷ്യൻ്റെ കേസിൽ പറഞ്ഞത് അതിലെ ഡയഗണൽ എൻട്രീസ് എപ്പോഴും റിയൽ എൻട്രീസ് ആയിരിക്കും. പക്ഷേ സ്ക്യൂ ഹെർമീഷ്യൻ്റെ കേസിൽ വരിക ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പ്യുവർലി ഇമാജിനറി ആയിരിക്കും. ഇനി A ഒരു സ്ക്യൂ ഹെർമീഷ്യൻ ആണെങ്കിൽ IA ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. A ഒരു ന്യൂന ഹെർമീഷ്യൻ മാട്രിക്സ് ആണെങ്കിൽ IA ഒരു ഹെർമീഷ്യൻ മാട്രിക്സ് ആയിരിക്കും. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തതിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് A എന്ന് പറയുന്നത് ന്യൂന ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. അതായത് A സ്റ്റാർ ഈക്വൽ ടു മൈനസ് A ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ IA സ്റ്റാർ എന്താണെന്ന് നോക്കാം നമുക്ക്. IA ദ ഹോൾ സ്റ്റാർ ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കോംപ്ലക്സ് നമ്പർ ആണ് സ്റ്റാർ, അതായത് കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ അതിന് കോഞ്ചുഗേറ്റ് വരുന്നല്ലേ. ഇത് I കോഞ്ചുഗേറ്റ് A സ്റ്റാർ എന്നാണ് അല്ലേ. അപ്പോൾ I കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് I ആണ്. A സ്റ്റാർ ഈക്വൽ ടു മൈനസ് A ആണെന്നും തന്നിട്ടുണ്ട്. ഈ രണ്ട് നെഗറ്റീവും കൂടെ പോസിറ്റീവായിട്ട് IA ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് IA ദ ഹോൾ സ്റ്റാർ ഈക്വൽ ടു IA എന്ന് തന്നെ കിട്ടി. അപ്പോൾ A ഒരു ന്യൂന ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്, പക്ഷേ IA എന്ന് പറയുന്നത് ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി തിരിച്ച് നമുക്ക് നോക്കാം. A ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. എങ്കിൽ IA ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. A എന്ന് പറയുന്നത് ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. A സ്റ്റാർ ഈക്വൽ ടു A ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി IA ഒരു വിഷമ ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കുന്ന പറയാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. IA ദ ഹോൾ സ്റ്റാർ ഈക്വൽ ടു നമുക്കറിയാം I കോഞ്ചുഗേറ്റ് A സ്റ്റാർ എന്നാണ് എഴുതുക. I കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. A സ്റ്റാർ ഈക്വൽ ടു A ആയതുകൊണ്ട് A തന്നെ എഴുതി. അപ്പം IA ദ ഹോൾ സ്റ്റാർ ഈക്വൽ ടു മൈനസ് ഓഫ് I എന്ന് എഴുതി. അപ്പം ഇവിടെ നമുക്ക് IA എന്ന് പറയുന്നത് ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. A ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണെങ്കിൽ IA ഒരു
സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. എ ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണെങ്കിൽ IA ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാനുള്ളൊരു ഇതുണ്ടായാൽ മതി, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് പറയാം A is a square matrix. A is a square matrix. Then A minus A star is a skew Hermitian matrix. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഹെർമീഷ്യൻ്റെ കേസ് പറഞ്ഞപ്പോൾ A plus A ട്രാൻസ്പോസ് പറഞ്ഞു, സോറി A plus A സ്റ്റാർ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ A എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ A minus A star ദ ഹോൾ സ്റ്റാർ എന്താണെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ കിട്ടാം? A star minus A star the whole star which is equal to A star minus A എന്നുണ്ട്, which is equal to negative of A minus A star എന്ന് എഴുതാം അല്ലേ. അതായത് A minus A star the whole star equal to minus of A minus A star. ഓക്കെ, ഇനി നമുക്ക് ഇതിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഹെർമീഷ്യൻ ആണോ സ്ക്യൂ ഹെർമീഷ്യൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാർ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇനി A B എന്ന് പറയുന്നത് ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ AB മൈനസ് BA എന്ന് പറയുന്നത് AB മൈനസ് BA എന്ന് പറയുന്നത് ഈസ് എ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കും. ഈസ് എ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്. AB ഹെർമീഷ്യൻ മെട്രിക്സ് ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. AB ഹെർമീഷ്യൻ ആണ്, അതുകൊണ്ട് A സ്റ്റാർ ഈക്വൽ ടു A ആണ്, അതുപോലെ തന്നെ B സ്റ്റാർ ഈക്വൽ ടു B ആണ്. നമുക്ക് AB മൈനസ് BA ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. AB മൈനസ് B ദ ഹോൾ സ്റ്റാർ ഈക്വൽ ടു, ഇവിടെ എന്താ കിട്ടാം? AB ദ ഹോൾ സ്റ്റാർ മൈനസ് BA ദ ഹോൾ സ്റ്റാർ. കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി AB ദ ഹോൾ സ്റ്റാറിനെ നമുക്ക് B സ്റ്റാർ A സ്റ്റാർ എന്ന് എഴുതാം. അതുപോലെ തന്നെ മൈനസ് ഇതിനെ നമുക്ക് A സ്റ്റാർ B സ്റ്റാർ എന്ന് എഴുതാം അല്ലേ. ഇനി A B ഒക്കെ ഹെർമീഷ്യൻ മെട്രിക്സ് ആണെന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ A സ്റ്റാർ Aയും B സ്റ്റാർ Bയും ആണ്. സോ ഇതിനെ നമുക്ക് BA മൈനസ് AB എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് AB മൈനസ് B എന്ന് എഴുതാം. അതായത് AB മൈനസ് BA ദ ഹോൾ സ്റ്റാർ എന്ത് കിട്ടി? മൈനസ് ഓഫ് AB മൈനസ് BA. അതുകൊണ്ട് AB മൈനസ് BA എന്ന് പറയുന്നത് ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. ഇപ്പോൾ Aയും Bയും ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർ എടുത്ത് നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇഫ് A ഈസ് എ ഹെർമീഷ്യൻ മെട്രിക്സ്, ഇഫ് A ഈസ് എ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്, A ഈസ് എ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്, then A raised to K is, A raised to K എന്താണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം A raised to K എന്താണെന്നുള്ളത്. A raised to K the whole star എടുക്കാം, which is equal to എന്താ കിട്ടാം? ഇതിനെ നമുക്ക് A star, അതായത് ഇങ്ങനെ എഴുതാമല്ലോ, A times etc up to A the whole star എന്ന് എഴുതാം. അപ്പോൾ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കിതിനെ A star etc up to A star എന്ന് എഴുതാം. ഇനി A എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? നമുക്ക് സ്ക്യൂ ഹെർമീഷ്യൻ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ A സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് ഓഫ് എനോട് ഈക്വൽ ആണ്, എക്സെട്രാ അപ് ടു നെഗറ്റീവ് ഓഫ് എ. ഇത് K ടൈംസ് അല്ലേ ഉള്ളത്. അപ്പോൾ -1 ദ ഹോൾ റേസ് ടു K ഇൻറ്റു A റേസ് ടു K എന്ന് വരും. അപ്പോൾ ഈ -1 ദ ഹോൾ റേസ് ടു K, A റേസ് ടു K എന്ന് പറയുന്നത് രണ്ടെണ്ണം വരും അല്ലേ. A റേസ് ടു K വരാം, അതുപോലെ തന്നെ -A റേസ് ടു K വരാം. A റേസ് ടു K വരുന്നത് എപ്പോഴാണ്? K ഈവൻ ആവും. K ഈവൻ ആവുമ്പം -A റേസ് ടു K വരുന്നത് K ഓഡ് ആവുമ്പോൾ. അതായത് നമുക്ക് A റേസ് ടു K ദ ഹോൾ സ്റ്റാർ ഈക്വൽ ടു A റേസ് ടു K. അതായത് നമുക്കിങ്ങനെ പറയാം, A എന്ന് പറയുന്നത് ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. അപ്പോൾ A റേസ് ടു K എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് കേസ് വരാം. A എന്ന് പറയുന്നത് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണെങ്കിൽ A റേസ് ടു K എന്ന് പറയുന്നത് രണ്ട് കേസ് വരാം. ഏതൊക്കെ വരാം? A റേസ് ടു K തന്നെ വരാം, A റേസ് ടു K തന്നെ വരാം, അത് K ഈവൻ ആവും. -A റേസ് ടു K വരാം, K ഓഡ് ആവും. നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം. A റേസ് ടു K is Hermitian if K is even. അതുപോലെ തന്നെ -A റേസ് ടു K is skew Hermitian K is odd. ഈ എഴുതിയിരിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ ഫോളോ ചെയ്യണ്ട.
ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. മെട്രിക്സ് എങ്കിൽ എ റേസ് ടു കെ എന്ന് പറയുന്നത് എ റേസ് ടു കെ ഈസ് ഹെർമീഷ്യൻ ഇഫ് കെ ഈസ് ഓൾ. അങ്ങനെ എഴുതിയാൽ മതി. ഈവൻ സ്ക്യൂ ഹെർമീഷ്യൻ ഇഫ് കെ ഈസ് ഓൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റിലേക്ക് വന്നപ്പം ഒരു നോട്ടും കൂടെ പറയാനുണ്ട്. അതോട് പറഞ്ഞിട്ട് നിർത്താം. നോട്ട് എല്ലാ സമചതുര മെട്രിക്സുകളെയും ഒരു ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെയും സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെയും തുകയായി എഴുതാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ സമചതുര മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്ന സമ്മിശ്ര മെട്രിക്സുകളാണ്. കോംപ്ലക്സ് മെട്രിക്സസ് ആണ് നമ്മൾ ഹെർമീഷ്യനും സ്ക്യൂ ഹെർമീഷ്യനായിട്ട് ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോസ് തന്നെ മതിയല്ലോ. അതായത് നമ്മൾ ഇത്രയും പറഞ്ഞു. എ പ്ലസ് എ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു എ എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എ സ്റ്റാർ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ആണെന്ന് പറഞ്ഞു അല്ലേ. ഹെർമീഷ്യൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനെ 1/2 ഇൻറ്റു എ പ്ലസ് എ സ്റ്റാർ ചെയ്താലും അതൊരു ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ 1/2 ഇൻറ്റു എ മൈനസ് എ സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സും ആയിരിക്കും. എ മൈനസ് എ സ്റ്റാർ എന്ന് പറയുന്നത് സ്ക്യൂ ഹെർമീഷ്യൻ ആണ്. നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇതിൻ്റെ സം ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. A equal to 1/2 times A plus A star plus 1/2 times A minus A star. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്നൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.